ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനൂസ് നാടൻ കിച്ചൺ. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി 3 കപ്പ് ജീരകശാല റൈസ് 20 മിനിറ്റ് നേരം കുതിർത്ത് വെച്ച ശേഷം കഴുകി ഊറ്റി ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 കപ്പ് വെള്ളം ഇതിനു വേണ്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. 2 സവാള, ഒന്ന് കനം കുറച്ചും ഒന്ന് കനം കൂട്ടിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് അതിലോട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തു കോരിയെടുക്കുക. അണ്ടിപ്പരിപ്പ് വറുത്തു കോരുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കിസ്മിസും ഒന്ന് പൊങ്ങി വരുമ്പോൾ തന്നെ കിസ്മിസ് വറുത്തു കോരിയെടുക്കണം. ഇനി ഇതേ എണ്ണയിലോട്ട് കനം കുറച്ചരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ചോറിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. സവാള ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും വറുത്തു കോരിയെടുക്കണം. ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്രിസ്പിനെസ് പോവാതിരിക്കാൻ ഒരു നുള്ളു പഞ്ചസാര ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി വറുത്ത് കോരിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് 4 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കനം കൂട്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോറിന് വേണ്ടിയുള്ള സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടു വരുന്നുണ്ട്. ഇനി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റൈസ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നാരങ്ങ നീരും ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കി 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇനി 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറിയ തോതിലൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ലെവലാക്കി ഒന്നുകൂടി അടച്ചു വെക്കുക. നെയ്ച്ചോറ് വെന്ത് കഴിഞ്ഞു. ഇനി ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുക. നെയ്ച്ചോറ് റെഡിയായി കഴിഞ്ഞു. കൂടെ കഴിക്കാൻ ചിക്കൻ കറിയെപ്പോലും മാറ്റി നിർത്തിക്കൊണ്ട് വറുത്തരച്ച സോയ ചങ്ക്സ് കറിയും റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.